ഒരു പെയിൻറ്റിങ് ആണ്. അപ്പം ഞാൻ മേടിച്ച ഒരു സെറ്റ് മുണ്ടിലും എനിക്ക് ചെയ്യണമെന്നൊരു ഭയങ്കര ആഗ്രഹം. അപ്പം ഫസ്റ്റ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനതിനെ അതിൻ്റെ ഒരു പടം വരച്ചെടുത്തു. എന്നിട്ട് അതിനെ ട്രേസ് ചെയ്ത് ഒരെണ്ണത്തിൻ്റെ ഇത്രയും ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോഴത്തെ സൈഡിലും ഉണ്ട്. പിന്നെ ഞാൻ ബാക്കി കളേഴ്സ് ഇതിന് ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം വന്നെങ്കിലേ ബാക്കി പണി നടക്കത്തുള്ളൂ. സെറ്റും മുണ്ടിൻ്റെയും വർക്ക് എവിടം വരെ എത്തി എന്ന് പറയട്ടെ. സ്ലോയാണ്, കാരണം ഈ പറഞ്ഞ പോലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇരിക്കാൻ സമയം കിട്ടുന്നുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോഴത്തെ ഞാൻ കാണിച്ചു തരാം. മറ്റേ ഗ്രീൻ പെയിൻറ്റ് ഇതുവരെ എത്തിയിട്ടില്ല. ഇതിപ്പം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെയിൻറ്റുകൾ വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്ത് വയ്ക്കുകയാണ്. ഇതിപ്പോൾ ഒരു സൈഡിലെ 2 വശത്തായിട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റേ വശത്തേത് വരച്ച് വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ചെയ്തിട്ടേ ഉള്ളത്. ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതിനത് ഹീറ്ററിൻ്റെ അടുത്ത് ഹീറ്റർ ഓൺ ആക്കുമ്പം ഞാൻ അതിൻ്റെ അടുത്തോട്ട് വെക്കുന്ന പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം ആ റിങ് മാറ്റി അടുത്ത പോർഷൻസിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാബ്രിക് പെയിൻറ്റിൻ്റെ അപ്ഡേറ്റ് കാണിക്കാം. ഓക്കെ, ഇത് കണ്ടോ, അതിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ട്. ഈ ഇത്രയും പോർഷൻ ഇതിപ്പോൾ ഓൾറെഡി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അത് മാറ്റി ഈ വശത്തും കൂടെ ചെയ്യാനുണ്ട്. ഇത് ഞാൻ തെറ്റിച്ച് വരച്ചതാണ്. അത് ഇനി മായ്ക്കണം. ഇത് ഒരു വശത്തേത്. ഞാൻ മറ്റേ വശത്തേത് അത്ര ആയിട്ടില്ല, കാണിച്ചു തരാം. ഇതും ഇത് കണ്ടോ, ഈ വശത്തേതും ഇത് മറ്റേ മുന്താണി വരുന്ന സ്ഥലത്തെ ആണ് ഞാൻ ഇത് ഉദ്ദേശിച്ചത്. ഇതിനെ ഇനി അതുപോലെ ഇടയ്ക്ക് ഗ്രീന് ഇത് കൊടുക്കണം, അപ്പോഴേ ഇതും കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം ഇതാണ് അപ്ഡേറ്റ്. ഇപ്പം ഇച്ചിരിയും കൂടെ ഒരു റിയാലിറ്റി വന്നിട്ടില്ലേ. ഇതൊക്കെ മാറ്റട്ടെ. ഓക്കെ, ഇനി ഇത്രയും സൈഡും കൂടെ തീർത്താൽ ഇത്. പിന്നെ ഇതിൽ ഒരു ബോർഡറും ബ്രൗൺ ബ്രാഞ്ച് പോലെ കൊടുക്കാനുമുണ്ട്. എൻ്റെ ഫാബ്രിക് പെയിൻറ്റിൻ്റെ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് കേട്ടോ. ഇത് മുന്താണിയുടെ വശത്ത്, മറ്റേ വശത്ത് ഞാൻ ഒരെണ്ണമാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു മരത്തിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് 2 പൂക്കൾ. ഓക്കെ, ഇതാണ്. ഇത് ഒരു അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് കണ്ടു. ഇതാണ് മറ്റേ മുന്താണി ഭാഗം. അവിടെ ഞാൻ 2 വശത്തും ഓരോരോ പീക്കോക്കിനെ വരച്ചു. കാണാമെന്ന് വിചാരിക്കുന്നു. ആ ചുറ്റും ആ പച്ച കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശരിക്കും ഒരു പീക്കോക്കിൻ്റെ ലുക്ക് വന്നത്. 2 പൂക്കൾ, ഒരു ചെടിയുടെ ഇതിപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ ഇങ്ങനെ വരും. ആൻഡ് ഇത് നമ്മൾ റഫ്ലി ഇങ്ങനെ ആക്കി ഇവിടെ വരില്ലേ, ഇവിടെ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ. അതുകൊണ്ടാണ് പീക്കോക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതിനെ ഇനി കംപ്ലീറ്റ് ആയിട്ട് തീരണമെങ്കിൽ ഇത് വരച്ച് ഉണങ്ങിക്കഴിഞ്ഞ് ഒരു 24 hours കഴിയുമ്പോഴത്തേക്കും ഇതിനെ തിരിച്ചിട്ടിട്ട് അയൺ ചെയ്യണം. ഒരിക്കലും ഈ പെയിൻറ്റ് വെച്ചിട്ട് അയൺ ചെയ്യരുത്. മറിച്ച് ഇട്ടിട്ട്
ബാക്കിൽ വേണം പെയിൻറ് ചെയ്യാൻ. അപ്പോൾ അത് പെർമനൻ്റ് ആയിട്ട് ഇരുന്നോളും. അത് അങ്ങനെ ഇങ്ങനെയൊന്നും അത് വാഷ് ചെയ്താലൊന്നും അങ്ങനെ പോകാറില്ല. ഞാൻ ഇതിനു മുമ്പ് ഫാബ്രിക് പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെ സെറ്റ് മുണ്ടിൽ തന്നെ ഞാൻ ചെയ്തിട്ടുള്ളതാണ്, സെറ്റ് സാരിയിലും ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഔട്ട്കം. എന്തു പറയുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം. എനിക്ക് ഇപ്രാവശ്യം ഇത് പോയപ്പോഴത്തേക്ക്, നാട്ടിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഈ പീക്കോക്ക് തീമിലൊരു കരയുള്ളത് മേടിക്കണം എന്നുള്ളത്. അത് മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എനിക്കെന്നാൽ ഒരു പീക്കോക്കിനെ വരയ്ക്കണം എന്നൊരാഗ്രഹം തോന്നി വരച്ചതാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ ചെയ്യുന്ന വേറെ ക്രിയേറ്റീവ് വർക്ക്സിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം വീണ്ടും നല്ല വീഡിയോസുമായിട്ട് വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.